എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് റിവിഷനാണ് ഇന്ന് ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച എല്ലാ ദിവസവും നമ്മൾ ഡിവോട്ട് ചെയ്യുന്നത് റിവിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെയിലി ടെസ്റ്റിൻ്റെ റിവിഷൻ സീരീസാണ്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷനാണ്. എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ സ്റ്റാറ്റിക് പോർഷൻസ് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി? ഫൈക്കോളജി എന്ന് പറയുന്നത് ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. അമീബ ഏകകോശ ജീവിയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് പറയേണ്ടത്. ട്രൂ ആണ്. അമീബ യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അമീബ എന്നത് ഏകകോശ ജീവിയാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ശരിയാണ്. 3, കീഴാർ നെല്ലി ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? മഞ്ഞപ്പിത്തത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് കീഴാർ നെല്ലി എന്ന ഔഷധസസ്യം ഉപയോഗിക്കുന്നത്. കോശങ്ങളിലെ ആത്മഹത്യ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ഏതാണ്? സൂയിസൈഡൽ ബാഗ്സ് ഇൻ സെൽസ് എന്താണ്? ലൈസോസോമാണ്. കോശങ്ങളിലെ ആത്മഹത്യ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോംസ് ആണ്. പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏത് ഓർഗനലാണ്? ഏത് ഓർഗനൽ ഓഫ് ദി സെല്ലാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? മൈറ്റോകോൺട്രിയ. ആറാമത്തെ ചോദ്യം, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ADEK എന്താണ്? ഫാറ്റ് സൊല്യൂബിൾ ആണ് അല്ലേ? കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ADEK. ബിയും സിയുമാണ് എന്ത്? ജലത്തിൽ ലയിക്കുന്നത്, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്. 7, ജീവകം ബി, അതായത് വിറ്റാമിൻ ജീവകം B12, വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഏത് മൂലകമാണ് ജീവകം B12 അഥവാ വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്നത്? കൊബാൾട്ട്. ലുക്കീമിയ ബാധിക്കുന്ന അവയവമല്ല. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും രക്തം അവയവമല്ല, കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത്? രക്തം എന്ന് പറയുന്നത്. അല്ലാതെ അവയവ മാസേജ് പറയാൻ കഴിയില്ല. പക്ഷേ ലുക്കീമിയ ബാധിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് രക്തമാണ്. ക്വാഷിയോക്കർ എന്ന രോഗം ഏതിൻ്റെ അപര്യാപ്തത, മാൽന്യൂട്രീഷനിൽ, അതായത് ഡെഫിഷ്യൻസി കാരണമാണ്? ക്വാഷിയോക്കർ എന്ന രോഗം ഏതിൻ്റെ അപര്യാപ്തത കാരണം വരുന്ന രോഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പ്രോട്ടീൻ. 10, ടോക്കോഫെറോൾ എന്ന് വിളിക്കുന്ന ജീവകം ഏതാണ്? ടോക്കോഫെറോൾ എന്ന് വിളിക്കുന്ന ജീവകം എന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ്. വിറ്റമിൻ ഇ. 11ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ സ്വത്തിനെയോ ജീവനെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസമാണ്? ഇത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 48 മണിക്കൂറാണ് ഉത്തരം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2006 പ്രസിഡന്റ് ഒപ്പുവെച്ച 2005 നിയമം നിലവിൽ വന്നത് 2006. എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. തെറ്റാണ്. എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് 1-ൽ നിന്നോ, 1 to infinity ആണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. അഡ് വാലറം എന്നൊക്കെ പറയില്ലേ, എന്താണ് അതിൻ്റെ ആ ഫോറിൻ വേർഡിൻ്റെ അർത്ഥം? അഡ് വാലറം, ബേസ്ഡ് ഓൺ വാല്യൂ. അഡ് വാലറം ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ബേസ്ഡ് ഓൺ വാല്യൂ, ആ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ടാക്സ് എന്നാണ് അഡ് വാലറം ടാക്സിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡ് വാലറം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വാല്യൂ. മോഡസ് ഓപ്പറാൻഡി എന്നതിൻ്റെ അർത്ഥം എന്താ? ഇതും ഫോറിൻ വേർഡാണ്. മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നാണ് അർത്ഥം. മോഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് ഒരു കൊലപാതകത്തിൻ്റെ ന്യൂസൊക്കെ കണ്ടാൽ അറിയാം മോഡസ് ഓഫ് ഓപ്പറാൻഡി. എന്നാൽ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ കൊലയാളി ഏത് തരം രീതിയിലാണ് ഈ കൊല നടത്തിയതെന്നൊക്കെ പറയില്ലേ, അതാണ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ കൊല നടത്തിയതെന്നൊക്കെ പറയുന്നില്ലേ, അതാണ് മോഡസ് ഓപ്പറാൻഡി എന്ന് ന്യൂസിലൊക്കെ കാണുന്നതാണ്. മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നാണ് അർത്ഥം. 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോർജ് ഓണക്കൂർ. ഹൃദയരാഗങ്ങളാണ് കൃതി. 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂർ. സെബി ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1992 സെബി ആക്ട് നിലവിൽ വന്നത്. സെബി നിലവിൽ വന്നത് 1988. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? RBIയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്? 1985 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയത്. വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്? കെനിയയുടെ ഭരണാധികാരിയാണ് വില്യം റൂത്തോ. 20 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 21ാമത്തെ ചോദ്യം, ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? മഞ്ജു പ്രസന്നനാണ് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായിട്ട് ചുമതലയേറ്റത്. ലോക ക്യാൻസർ ദിനത്തിൻ്റെ സന്ദേശം എന്ത്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മധുസൂദനൻ നായർക്കാണ് 2023 ജ്ഞാനപ്പാന പുരസ്കാരം. അത് എഴുതിയത് തെറ്റാണ്. ജ്ഞാനപ്പാന പുരസ്കാരം മധുസൂദനൻ നായർക്കാണ്. ഏത് വിമാന കമ്പനിയാണ് 470 വിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പുവെച്ചത്? എയർ ഇന്ത്യ. ആദ്യമായി നടക്കുന്ന IPL വനിതാ ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് സ്മൃതി മന്ദാന. ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ഗവർണറാണ് ഏത് സംസ്ഥാനത്ത്? സിക്കിമിലെയാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ഗവർണറായിരിക്കുന്നത്.
ജീൻ ലൂ ഗോദർദ് ഏത് മേഖലയായി ബന്ധപ്പെട്ടതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇദ്ദേഹം മരിച്ചുപോയി. ജീൻ ലൂ ഗോദർദ് എന്ന് പറയുന്നത് ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ സംവിധായകനാണ്. ഫ്രഞ്ച് സിനിമാ സംവിധായകനാണ്. ആരോൺ ഫിഞ്ച് ഏത് രാജ്യത്തിൻ്റെ കായികതാരമാണ്? ഇതിനിടെ റിട്ടയറായ, എല്ലാ ഫോമാറ്റിൽ നിന്നും റിട്ടയറായ ആരോൺ ഫിഞ്ച് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് പ്ലെയറാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വരുന്നത് തുംകൂരുവാണ്. ഏതാണ് സംസ്ഥാനം? കർണാടകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വരുന്നത് തുംകൂരു. 30 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ആർ ശങ്കർ കേരളത്തിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നു. 31ാമത്തെ ചോദ്യമാണ്. ശരിയാണ്. ആർ ശങ്കർ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം വഹിച്ചിരുന്നു. ശരിയാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ട വർഷം 1984. കയ്യൂർ സമരം നടന്ന വർഷം ഏത്? 1941. കേരളത്തെ എത്രാമത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ? 6ാമത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ. ഐ ടു ഹാഡ് എ ഡ്രീം ആൻ അൺഫിനിഷ്ഡ് ഡ്രീം ആരുടെ ആത്മകഥയാണ്? ഐ ടു ഹാഡ് എ ഡ്രീം ആൻ അൺഫിനിഷ്ഡ് ഡ്രീം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറത്താണ് മലബാർ സ്പെഷ്യൽ പോലീസ് MSPയുടെ ആസ്ഥാനം. ധോണി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ധോണി വെള്ളച്ചാട്ടം പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. കാമാഖ്യ ക്ഷേത്രം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാമാഖ്യ എന്ന് പറയുന്നത്. കാമാഖ്യ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. സലീം അലി ബേർഡ് സാങ്ച്വറി എവിടെയാണ്? ഗോവയിലാണ് സലീം അലി ബേർഡ് സാങ്ച്വറി ഉള്ളത്. ബേർഡ് സാങ്ച്വറി ഗോവ. ഓർത്ത് വെക്കണേ, സലീം അലി ബേർഡ് സാങ്ച്വറി ഗോവ. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം. അപ്പോൾ 40 ചോദ്യങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. 41ാമത്തെ ചോദ്യം. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇതിനിടെ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ആർ അശ്വിനാണ്. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇതിനിടെ 1ാം സ്ഥാനത്തെത്തിയ താരം ആർ അശ്വിൻ, രവിചന്ദ്ര അശ്വിൻ. 2. പരീക്ഷാക്കാലത്ത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ കൗൺസിലിംഗ് പദ്ധതി എന്താണ്? പരീക്ഷാക്കാലത്ത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ കൗൺസിലിംഗ് പദ്ധതി മനോദർപ്പണാണ്. മനോദർപ്പൺ. ലോക സമ്പന്നരിൽ 1ാമതെത്തിയത് ഇലോൺ മാസ്കാണ്. ഇലോൺ മാസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങൾ: സ്പേസ് എക്സ്, ട്വിറ്റർ, ടെസ്ല. സ്പേസ് എക്സ്, ട്വിറ്റർ, ടെസ്ല അല്ലേ. NFSA ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നപ്പോൾ ഗ്രാമീണ മേഖലയിലെ കവറേജ് എത്ര? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്ന 2013 അതിന് മുഴുവൻ കവറേജ് ഇല്ല. ഗ്രാമീണ മേഖലയിൽ കുറച്ചും, അതുപോലെ തന്നെ 1%, അതുപോലെ തന്നെ അർബൻ മേഖല, അതായത് ഈ പറഞ്ഞ സിറ്റി അല്ലെങ്കിൽ നഗരത്തിൽ ഇത്ര ശതമാനം എന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ 75%, നഗരങ്ങളിൽ 50% കവറേജാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി 45ാമത്തെ ചോദ്യം. എന്ത് തരം സ്ഥാപനമാണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഏതാണ് ആക്ട്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 ആണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ രാജിവെച്ച ഡൽഹി ഉപമുഖ്യമന്ത്രി ആര്? ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ഹു ഹാസ് ബീൻ റിസൈൻഡ് ഡ്യൂ ടു ദി എക്സൈസ് പോളിസി കോൺട്രവേഴ്സി. ഏതാണ്? സിസോഡിയാണ്. സിസോഡിയ. മലയാള സർവകലാശാലയുടെ രജിസ്ട്രാറായി ചുമതലയേറ്റതാണ്? പ്രജിത് ചന്ദ്രനാണ് മലയാള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ട് ചുമതലയേറ്റത്. 2023 ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോളിലാണ് മെസ്സിയാണ്. മെസ്സി. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ സിനിമാ നടിയാര്? ഖുഷ്ബു. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ സിനിമാ നടിയാരാണ്? ഖുഷ്ബുവാണ്. 2023 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം നേടിയതാരാണ്? പ്രഭാവർമ്മ. അപ്പോൾ എത്ര ചോദ്യമായി? 50 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കണം. 50 ചോദ്യം. 51ാമത്തെ ചോദ്യം. ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റിയാണ്? ഇത് ന്യൂക്ലിയർ വാർ ഹെഡുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ലിമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ട്രീറ്റിയാണ് ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്ന് പറയുന്നത്. US-ഉം റഷ്യയും തമ്മിലുള്ള ട്രീറ്റിയാണ്. ദ മുഖാബ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂസിലുണ്ട്. എന്താണ് ഈ മുഖാബ് എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റാണ്. സൗദി അറേബ്യയിലെ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റിനാണ് മുഖാബ് എന്ന് പറയുന്നത്. ഏത് രാജ്യത്തിൻ്റെ ടെലിസ്കോപ്പ് മിഷനാണ്? അൾട്രാസാറ്റ് എന്ന് പറയുന്ന ടെലിസ്കോപ്പ് മിഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയാണ്. അമൃത നഗരോത്തന എന്ന് പറയുന്ന സ്കീം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? അമൃത നഗരോത്തന എന്ന് പറയുന്നത് കർണാടക സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ദസ്തലിക്ക് ഒരു മിലിറ്ററി എക്സസൈസാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ മിലിറ്ററി എക്സസൈസ് ചോദിക്കാറുണ്ട്. ദസ്തലിക്ക് എന്ന മിലിറ്ററി എക്സസൈസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ഇന്ത്യ കണ്ടക്ട്സ് ദസ്തലിക്. ഓക്കെ. അപ്പോൾ ദസ്തലിക് എന്ന മിലിറ്ററി എക്സസൈസ് എന്താണ്? ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ളതാണ്. തേജ എന്ന മുളക് ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തെലങ്കാനയിലാണ്. ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉണ്ടായ ഒരു ന്യൂസാണ്. തേജ എന്ന മുളക് ഇനം എന്താണ്? ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? തെലങ്കാനയാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്താണ്? 2 പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ നമ്പർ 1 മാത്രമായിരിക്കും. ഇപ്പോൾ 2 ആണെങ്കിൽ 2ഉം 1ഉം മാത്രമാണ് ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ആയിട്ടുണ്ടാവുക. DY ചന്ദ്രചൂഡ് ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്?
50ാമത്തെ ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. ഹൈക്കോടതികളുടെ റിറ്റ് അധികാരം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 226 ഹൈക്കോടതികളുടെ റിറ്റ് അറിയാം. ഹാബിയസ് കോപ്പസ്, മാൻഡമസ്, സർഷ്യൂറാറി, പ്രൊഹിബിഷൻ, ക്യൂആർ ഉണ്ടോ? ഇങ്ങനെയുള്ള റിറ്റുകൾ ഹൈക്കോടതിയുടെ റിറ്റ് അധികാരം പരാമർശിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? 226. റിറ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിറ്റ് എന്ന ആശയം കടമെടുത്തത്. അപ്പോൾ ഈ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 61ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ഈ 61 മുതൽ 70 വരെയുള്ളത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് എന്നുള്ളതാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈക്കോളജി എന്ന് പറയുന്ന ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. ഫൈക്കോളജി ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. സൈറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സെല്ലിനെ കുറിച്ച്, കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള. ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള പഠനമാണ്. അത് എഴുതിയത് തെറ്റാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. നെഫ്രോളജി എന്ന് പറയുന്നത് വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. പാലിയൻറ്റോളജി എന്ന് പറയുന്നത് ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ് പാലിയൻറ്റോളജി എന്ന് പറയുന്നത്. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഒഫ്താൽമോളജി നേത്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, കണ്ണുകളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഒഫ്താൽമോളജി. വിറ്റി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്രേപ്പിൻ്റെ കൾച്ചർ, മുന്തിരി കൾച്ചറുമായി ബന്ധപ്പെട്ടാണ് വിറ്റി കൾച്ചർ. അതായത് ഗ്രോത്ത് ഓഫ് ഈ പറയുന്ന ഗ്രേപ്സ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് ഗ്രേപ്സ് ആണ് എന്ത്? വിറ്റി കൾച്ചർ. പാത്തോളജി രോഗബാധിത ശരീരത്തെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. 10 എപ്പി കൾച്ചർ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എപ്പി കൾച്ചർ. 70 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 70 സിംഗിൾ വേർഡ് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 71ാമത്തെ ചോദ്യം, ഈസ്റ്റേൺ എക്കണോമിക് ഫോറം EEF എന്നത് ഏത് രാജ്യത്തിൻ്റെ നിക്ഷേപ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ്? ഈസ്റ്റേൺ എക്കണോമിക് ഫോറം എന്ന് പറയുന്നത് റഷ്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ് ഈസ്റ്റേൺ എക്കണോമിക് ഫോറം എന്ന് പറയുന്നത്. ആദ്യമായി നടക്കുന്ന വനിതാ IPL താരലേലത്തിലെ ഏറ്റവും മൂല്യമുള്ള കായിക താരമായത് ആരാണ്? സ്മൃതി മന്ദനയാണ്. 3.4 കോടിയാണ് ലേലത്തുകയായിട്ട് സ്മൃതി മന്ദനയ്ക്ക് ലഭിച്ചത്. ആദ്യമായിട്ടാണ് വനിതാ IPL താരലേലം നടക്കുന്നത്. 2023 ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് താരം ഇയോൻ മോർഗനാണ് എല്ലാ ക്രിക്കറ്റ് ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇംഗ്ലണ്ട് താരം. റിട്ടയർഡ് ജസ്റ്റിസ് S. അബ്ദുൾ നസീർ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ട് സ്ഥാനമേറ്റത്? അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് അബ്ദുൾ നസീർ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സിന് വിധി പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ പാനലിലെ ജസ്റ്റിസാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലേക്കുള്ള ഗവർണർ പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് S. അബ്ദുൾ നസീർ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടാണ് സ്ഥാനമേറ്റ? ആന്ധ്രാപ്രദേശ്. 12 ചീറ്റകളെ ഇന്ത്യയിൽ എത്തിക്കുന്നു. ഏത് രാജ്യത്തിൽ നിന്നാണ് ഇത്തവണ ചീറ്റകളെ എത്തിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഈ പറയുന്ന ചീറ്റകൾ എത്തുന്നത്. സർവ്വസദാ സേവ ഏത് രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയാണ്? മന്ത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് സർവ്വസദാ സേവ എന്ന് പറയുന്നത്. 2023 രാജ്യത്ത് ആദ്യമായി വൻതോതിൽ ലിത്തിയം റിസർവുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ജമ്മു കാശ്മീരിൽ നിന്നാണ് വൻതോതിലുള്ള ലിത്തിയം റിസർവുകൾ. ഇലക്ട്രിക് മൊബിലിറ്റിയൊക്കെയായി ബന്ധപ്പെട്ട് വളരെയധികം സഹായകമാവുന്ന ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഡിസ്കവറിയാണത്. കാരണം നിക്ഷേപം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട ബാറ്ററീസ് അങ്ങനെയുള്ള നിർമ്മാണ പരിപാടികളൊക്കെ ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ഓഫ് ഡെപ്പോസിറ്റാണ് ഈ ലിത്തിയം എന്ന് പറയുന്നത്. തുർക്കിയിലെ ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ദോസ്ത്. തുർക്കിയിലെ ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ ദോസ്താണ്. ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയാണ്? തുംകൂരുവാണ്. അതെവിടെയാണ്? കർണാടകയിലാണ്. 2023 ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച പാലം ഏതാണ്? തമിഴ്നാട്ടിലെ പാമ്പൻ പാലമാണ്. 80 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. 81ാമത്തെ ചോദ്യം, കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? അൾട്രാ വയലറ്റ് രശ്മികളാണ് കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? അതും അൾട്രാ വയലറ്റ് തന്നെയാണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? റോൺജനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. ആരാണ്? റോൺജൻ. ലേസർ പൂർണ്ണരൂപം എന്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടേം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദിക്കും. ലേസറിൽ എന്താണ് പൂർണ്ണരൂപം എന്ന് പറയുന്നത്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബലാണ്. ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോഴും ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസിലൊന്നാണിത്. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബലാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? ഇതിൽ കൊടുത്തിരിക്കുന്നത് 20 Hz to 20,000 kHz. അത് തെറ്റാണ്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. 20 Hz to 20 kHz അഥവാ 20,000 Hz ആണ്. മനസ്സിലായില്ലേ? 20 Hz മുതൽ 20,000 Hz വരെ, അല്ലെങ്കിൽ 20 Hz മുതൽ 20 kHz വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. പ്രതിധ്വനി ഉണ്ടാക്കാൻ ആവശ്യമായ കുറഞ്ഞ ദൂരം
എത്രയാണ്? 17 മീറ്റർ. എക്കോ ഉണ്ടാവാനുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17 മീറ്ററാണ്. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മാക്ക് നമ്പറാണ്. മാക്ക് നമ്പർ. താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. വിസ്കോസിറ്റി എന്ന ഈ പ്രോപ്പർട്ടി ഫ്ലൂയിഡ്സിൻ്റെ എന്താണ്? ചലനത്തെ നിയന്ത്രിക്കുന്നതാണ് അല്ലേ? അപ്പോൾ താപനില കൂടുമ്പോൾ എന്താണ്? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് ഡാഷ്. എന്താണത്? പലായന പ്രവേഗം. എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ് എർത്തിൻ്റെ, അതായത് ഭൂമിയുടെ പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 90 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. അവസാനത്തെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെഷൻ പൂർത്തിയാവുകയാണ്. 91ാമത്തെ ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1930 ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം 1931 നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധി പങ്കെടുക്കുന്നത്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസേ മെക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ചോദ്യമാണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1932. ഓഗസ്റ്റ് ഓഫർ എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 1940 ഓഗസ്റ്റ് 8. ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനങ്ങളുള്ളതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ വേൾഡ് വാർ സെക്കൻഡിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ എന്തൊക്കെയാണ് ഇന്ത്യക്ക് നൽകാൻ പോകുന്നത് ഈ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം എന്നുള്ളതാണ് ഓഗസ്റ്റ് ഓഫറിൽ പ്രതിപാദിക്കുന്നത്. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഫെഡറൽ മാതൃകയിൽ ഒരു ഭരണകൂട വ്യവസ്ഥ ചെയ്ത നിയമത്തെ ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിരിക്കണം ഇന്ത്യ എന്ന്, അല്ലെങ്കിൽ ഫെഡറൽ രാജ്യമായിരിക്കണം എന്ന് പറഞ്ഞു. നിലവിൽ വന്നിട്ടില്ല, വെറുതെ പ്രൊവിഷൻസിൽ മാത്രം ഉണ്ടായ ഒരു വ്യവസ്ഥയാണ് ഈ പറയുന്ന ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുൺ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് പറയുന്നത്. ഗീതാരഹസ്യം എഴുതിയത് ആരാണ്? ബാലഗംഗാധർ തിലകാണ് ഗീതാരഹസ്യം എഴുതിയത്. ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത്. സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കറാച്ചി സെഷനിലാണ് സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ ഇതോടുകൂടി 100 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ 100 ചോദ്യങ്ങൾ റിവൈസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ, ടേക്ക് കെയർ.